പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഷിജില്. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 വർഷമായി വായിൽ പൊട്ടലും വയറുവേദനയും വയറ്റിൽ എരിച്ചിലും വിളിച്ചിലുമായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു. ആയുർവേദം, ഹോമിയോ, അലോപ്പതി എല്ലാം ചെയ്തു, മാറുന്നില്ലായിരുന്നു. ഏറ്റവും അവസാനം ഞാൻ അഭിഷേകാഗ്നി കാണുന്നുണ്ടായിരുന്നു. ആദ്യം എനിക്കധികം വിശ്വാസമൊന്നും ഇല്ലായിരുന്നു അഭിഷേകാഗ്നി കാണുന്നതിൽ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ നിർബന്ധം വെച്ച് ഞാൻ അഭിഷേകാഗ്നി കാണാൻ തീരുമാനിച്ചു. അത് ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വലിയ വിശ്വാസമൊന്നും എനിക്ക് തോന്നിയില്ല ഇത് കാണുന്നതുകൊണ്ട്. പക്ഷെ ഒരു ദിവസം അഭിഷേകാഗ്നിയിൽ ഒരു കൊച്ചിൻ്റെ പപ്പായുടെ കാഴ്ച നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയത് കാണിച്ചു. ആ കൊച്ച് യേശുവിനെ വാഴ്ത്തിയിപ്പം പോയി തൊട്ടിട്ട് സ്വന്തം പപ്പാടെ കണ്ണി വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇത് മാറുന്നതായിട്ട് കണ്ടു. അപ്പോൾ എൻ്റെ ഞാൻ 1-2-3 പ്രാവശ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിന് പിറ്റേ ആഴ്ച അഭിഷേകത്തിന് കാണാൻ തൊട്ടുമ്പോഴത്തോട്ട് ഞാൻ യേശുവിനെ ഉയർത്തുമ്പം അത് തൊട്ടിട്ട് എൻ്റെ നാവെ കുരിശ് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ, കുറച്ച് മാസം കഴിഞ്ഞത്തേനും പയ്യെ പയ്യെ എൻ്റെ പൊട്ടൽ കുറയാൻ തുടങ്ങി. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു മാസം 2-3 പ്രാവശ്യം, അതും 10-8 പൊട്ടലുകൾ വരുമായിരുന്നു. എനിക്ക് വായിക്കകത്ത് നിറച്ച് ഇങ്ങനെ ഒരു സൈസ് മൗത്ത് അൾസർ, അത് 8, 9, 10 ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേക അവസ്ഥ. എന്നാലും ഒരു വിശ്വാസമില്ല. എന്നാലാണ് ഒരു കുട്ടി പറഞ്ഞത്, അത് ഞാനും ഓർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പൻ്റെ കണ്ണിന് കാഴ്ചയില്ല. ആ കൊച്ചു പോയി ദിവികാരത്തെ പിടിച്ചിട്ട് ഓടി വന്ന് എൻ്റെ അപ്പനെ കാഴ്ച കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ കൈ കൊണ്ടുപോയി അപ്പൻ്റെ കണ്ണിൽ വെച്ചു. അപ്പോൾ അപ്പന് കാഴ്ച തിരിച്ച് കിട്ടിയെന്ന് ആ കൊച്ചു ഇവിടെ സാക്ഷ്യപ്പെടുത്തി ഞാൻ കേട്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ വയറ്റിലെ പൊളിച്ചേറ്റിലെല്ലാം മാറിയോ? എല്ലാം മാറി. അത് കഴിഞ്ഞൊരു 3-4 ആഴ്ച ഇങ്ങനെ ഈ ഇതുപോലെ തന്നെ ദിവികാനത്തെ തൊട്ട് പ്രാർത്ഥിച്ചു. 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും 4 വർഷമായിട്ട് ഒരു മാസത്തിൽ 2, 3, 4 പ്രാവശ്യം
വായിലുണ്ടാകുന്ന രോഗപീഠ എല്ലാം മാറ്റി ഇപ്പോൾ എല്ലാ ഭക്ഷണം കഴിക്കാം, വായിക്കാത്ത യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈശോ സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് ഈ സമയം ദൈവത്തിൻ്റെ കൃപ ഭവനത്തിലേക്ക് വർഷിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണ പ്രവഹിക്കും. നമ്മൾ എളിമപ്പെട്ട് നമ്മുടെ വിശ്വാസക്കുറവെല്ലാം പറഞ്ഞു, എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒരു ക്ഷീണമാണ്, ഒരു മടുപ്പാണ്, എൻ്റെ മനസ്സ് തളർന്നിരിക്കുകയാണ്, കുടുംബത്തിൽ പ്രശ്നമുണ്ട്, ഓഫീസിൽ പ്രശ്നമുണ്ട്, അതെല്ലാം പറയുക. 2 കരങ്ങൾ ഉയർത്തുക. ഓ ജീവൻ തരുന്ന ആത്മാവേ, ഉണർവ് തരുന്ന ആത്മാവേ, വിശ്വാസം തരുന്ന ആത്മാവേ, വിശുദ്ധി തരുന്ന ആത്മാവേ, വരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ ഭവനങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ബാലിക ബാലന്മാർ, വിദ്യാർത്ഥിനികൾ, കുഞ്ഞുങ്ങൾ, സർവ്വ മക്കളെ ഉണർത്തണമേ. ശക്തിയോടെ കൈയടിച്ച് ആനന്ദിച്ച് നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൽ ശക്തിയാ എന്നെ നിറയ്ക്കണമേ. മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൽ ശക്തിയാ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയാ എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയാ എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയാ എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയാ എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ അഭിഷേകമായി വരണമേ. ഹൃദയങ്ങളിലേക്ക് വരണമേ, ജീവിതങ്ങളിലേക്ക് വരണമേ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ, അഭിഷേകം നിറയട്ടെ. തൊടണമേ, അഭിഷേകം ചെയ്യണമേ, ജീവൻ നൽകണമേ. ഗ്ലോറി 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 ഗ്ലോറി. ആത്മാവേ, ആത്മാവേ, ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. ആത്മാക്കളെ ഉണർത്തണമേ പരിശുദ്ധാത്മാവേ. ദൈവസ്നേഹം നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വിഷയം ദൈവത്തിൻ്റെ കരുണ എങ്ങനെ നമുക്ക് ലഭിക്കും. ഹൗ ക്യാൻ വി അച്ചീവ് ദ മെഴ്സി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കരുണ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. വിശുദ്ധ ലിഖിതങ്ങളിൽ സങ്കീർത്തന പുസ്തകം
145 അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വചനങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ സൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവേ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അവിടുത്തെ വിശുദ്ധർ അവിടുത്തെ വാഴ്ത്തും. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം ഇവിടെ വെളിപ്പെടുത്തുകയാണ്, കർത്താവ് കൃപാലുവാണ്. കൃപാലു. അടുത്തത്, കർത്താവ് കരുണാമയനാണ്. കരുണാ സമുദ്രമാണ്. നമുക്കിത് അനുഭവമില്ല, നമ്മൾ വിഷമിക്കുകയാണ്. അടുത്തത്, കർത്താവ് ക്ഷമാശീലനാണ്. എല്ലാം ക്ഷമിക്കാൻ ഒറ്റ സെക്കൻഡ് എല്ലാം ക്ഷമിക്കും. അത്രയും നല്ല ഹൃദയം. നമുക്കത് അനുഭവമില്ല, നമ്മൾ വിഷമിക്കുക, നമ്മുടെ പാവത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കുക. അടുത്തത്, അവിടുന്ന് സ്നേഹസമ്പന്നനാണ്. നമുക്ക് അനുഭവമില്ല, അവിടുന്ന് സ്നേഹസമ്പന്നനാണ്. നമുക്ക് അനുഭവമില്ല. അടുത്തത്, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. എല്ലാവർക്കും നല്ലവനാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു അനുഭവം കിട്ടണില്ല, എനിക്ക് എൻ്റെ പാപമെല്ലാം പോയോ, ദൈവത്തിന് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ, ദൈവം എൻ്റെ അടുത്തുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സംശയിക്കുക. ഒരു വ്യക്തി ഒരു ദിവസം എന്നോട് ചോദിക്കുകയാണ്, ഈശോയുടെ കുരിശിൻ്റെ അടുത്ത് 2 കള്ളന്മാർ കടന്നു, അതിൽ ഒരു കള്ളൻ എങ്ങനെയാണ് നല്ല കള്ളനായത്? 2 കള്ളന്മാർ തന്നെയല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്ന ചിന്തയാണ്, ദൈവം ചിലരോട് നല്ലവനാണ്, ചിലരോട് ദൈവം നല്ലവനല്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 23 അധ്യായം 42 43 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു കുരിശിൽ കിടക്കുന്ന സമയത്ത് യേശുവിൻ്റെ ഇരുവശങ്ങളിലുമായി 2 കള്ളന്മാരെ കുരിശിൽ തറച്ചു. ആ 2 കള്ളന്മാരും അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ക്രിമിനലുകളായതുകൊണ്ടാണ് രാജ്യം അവരെ തുറുങ്കിലടച്ചു, അവരെ കൊലക്കുറ്റത്തിന് വിധിച്ചു, അവരെ തൂക്കിക്കൊല്ലാൻ, അവരെ ജീവൻ എടുക്കാൻ വിധിച്ചു. അങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ അവരെ കുരിശിൽ തറച്ച് കൊല്ലാൻ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ 2 കള്ളന്മാരിൽ ഒരു കള്ളൻ എങ്ങനെയാണ് നല്ല കള്ളനായത് എന്ന ചോദ്യത്തെ ഇപ്പോൾ നമുക്ക് വിശകലനം ചെയ്യാം. 42 43 തിരുലിഖിതങ്ങൾ. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. അവൻ നല്ല കള്ളനായി മാറി, അവൻ നല്ലവനായി മാറി. ജീവിതകാലം മുഴുവനും തകർന്ന് തരിപ്പണമായ വ്യക്തിയാണ്. ജീവിതകാലം മുഴുവനും ദുർനടപ്പ്, ജീവിതകാലം മുഴുവനും പലതരത്തിലുള്ള തോന്നിയാസങ്ങൾ. ഇങ്ങനെ ജീവിതത്തിൽ കർത്താവിനെ വേദനിപ്പിച്ച ഒരു ദൈവ പൈതലാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു ക്ഷണത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഹൃദയം അല്പം ഒന്ന് തുറന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ചില പ്രബോധനങ്ങൾ, വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. 1507 ഖണ്ഡിക, 1507 ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കരുണ ഒഴുകി വരുന്നു, ദൈവത്തിൻ്റെ നന്മയെ ആരും സംശയിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ പാപങ്ങൾ രാത്രി പോലെ ഇരുണ്ടതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ദുരിതങ്ങളെക്കാൾ ശക്തമാണ്. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു രശ്മി കടന്നു വരാൻ തക്കവിധം പാപി
തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അല്പമെങ്കിലും ഒന്ന് തുറന്നാൽ പിന്നെ ബാക്കി ദൈവം തന്നെ പ്രവർത്തിച്ചു കൊള്ളും. അവസാന മണിക്കൂറിൽ പോലും ദൈവകരുണയുടെ മുമ്പിൽ ഹൃദയവാതിൽ അടയ്ക്കുന്ന പാപി എത്ര നിർഭാഗ്യവാനാണ്. ഇപ്രകാരമുള്ള ആത്മാക്കളാണ് ഒലിവ് തോട്ടത്തിൽ എന്നെ മരണതുല്യമായ വേദനയിൽ ആഴ്ത്തിയത്. ഈശോ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ കൃപയുടെ ഒരു രശ്മി കടന്നു വരാൻ തക്കവിധം ചെറുതായിട്ടൊന്ന് തുറക്കുക, ദൈവത്തിലേക്കൊന്ന് തിരിയുക. ദൈവമേ, അങ്ങയുടെ കരുണ എനിക്ക് വേണം. ഒന്ന് ഹൃദയം തുറന്നാൽ ദൈവത്തിൻ്റെ കൃപ പ്രവേശിക്കും. ദൈവത്തിൻ്റെ കരുണ രശ്മി പ്രവേശിച്ചാൽ പിന്നെ കൃപ തന്നെ പ്രവർത്തിക്കും. വലിയ വ്യത്യാസം ഉണ്ടാകും. ബാംഗ്ലൂർ കൺവെൻഷൻ എന്നപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ അനുഭവം പറയുകയുണ്ടായി. എൻ്റെ പേര് ജ്യോതി പ്രകാശ്. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഇവിടെ വന്നിട്ട് ഒരു 30 വർഷമായി. അതായത് എനിക്കൊരു 35 വർഷമായിട്ട് പുകവലിയും ഒരു 30 വർഷമായിട്ട് മദ്യപാനവും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. 35 വർഷമായിട്ട് പുകവലി, മദ്യപാനം ഇതൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഭാര്യയുടെ പ്രേരണയിലൂടെ ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ തുടങ്ങി. അങ്ങനെ 2015 ഏതാണ്ട് സെപ്റ്റംബറിൽ എനിക്ക് എൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലെത്തിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, പല രീതിയിലും ഞാൻ നിർത്താൻ നോക്കിയിട്ട് നിർത്താത്തൊരു 2 ദുശീലമാണിത്. ഞാൻ മട്ടായിലച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഈ 2 ദുശീലവും എൻ്റെ അടുത്ത അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി ഞാൻ ജോലിക്ക് ചേരുന്നതിന് മുമ്പ് ഈ ദുശീലങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിരിക്കും എന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തു. അതുപോലെ തന്നെ ഇത് നിസ്സാരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട രീതിയിൽ, അതായത് ഞാൻ അലാറം വെച്ച് എണീച്ച് മദ്യപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് അതായത് മദ്യപിക്കുന്നവർ കേട്ടിട്ടുണ്ട്. സുബോധത്തിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് മദ്യപിക്കുന്നു. ഈ മദ്യപിക്കാൻ വേണ്ടി അലാം വെച്ച് മണിക്കൂർ വെച്ച് എഴുന്നേറ്റ് കുടിക്കുക, കിടക്കുക. അതായത് ഇന്നൊരു ഇത്ര മദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ തീർക്കണം എന്ന് എനിക്കൊരു വാശിയായിരുന്നു. നാളെ എനിക്കിഷ്ടമായത് അത് നാളത്തേക്ക് വെക്കാൻ പാടില്ല. നാളത്തേക്ക് വെക്കാൻ പാടില്ല. അതായത് അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന് പറഞ്ഞ പോലെ അന്നത്തെ മദ്യം അന്ന് തന്നെ തീർക്കണം. അത് തന്നെ. അത് ഞാൻ തീർന്നില്ലെങ്കിൽ അലാറം വെച്ച് എഴുന്നേറ്റ് കുഞ്ഞെ കുടി, കുറച്ചു നേരം കുടിച്ച് വയറൊക്കെ നിറഞ്ഞെന്നായിരിക്കും കിടക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അലാറം വെച്ച് എഴുന്നേറ്റ് മൂത്രം ഒഴിച്ചിട്ട് പിന്നെയും കുടിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുമെന്നുള്ളത്. അത് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും ഞാൻ ആലോചിച്ച് നോക്കി. അത് എന്നിട്ടും എനിക്കിത് ഈ ദുസ്വഭാവം നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇപ്പോൾ ശമ്പളം ഇന്ന് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ശമ്പളത്തിന് ഡേറ്റ് ആവുന്നതിന് മുമ്പ് അത് തീർന്നിരിക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സാവാൻ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കള്ളുകട കൊണ്ട് കൊടുക്കണം. അതൊരു അങ്ങനത്തെ ഒരു പ്രത്യേക വ്രതമാണത്. ഇതായിരുന്നു. അപ്പോൾ ഈ 2 മാസത്തോളമായി. ഡിസംബർ 8-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടി. ഡിസംബർ 11-ാം തീയതി ഞാൻ പോയി വട്ടായിലച്ചനെ കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു. അന്ന് ഞാൻ നിർത്തിയതാണ് എൻ്റെ പുകവലി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മദ്യപാനവും. ഡിസംബർ 11-ാം തീയതി അട്ടപ്പാടി വന്നു, ഇവിടെ വന്നു. അട്ടപ്പാടി ഒരു ശനിയാഴ്ച അല്ലേ, ഒരു വെള്ളിയാഴ്ച ഒരു ദിവസം. ഡിസംബർ 11-ാം തീയതി ഒരു വെള്ളിയാഴ്ചത്തെ ഏകദിനം. ആ വെള്ളിയാഴ്ച ഇങ്ങനെ വന്നു ഒരൊറ്റ ദിവസം ഒന്ന് തൊട്ട് തലയിൽ അല്ലേ. അതെ, കുറെ നേരം തല കൈവച്ചില്ല, ഒന്ന് ജസ്റ്റ് തൊട്ടങ്ങ് പോയി കുരിശ് വരച്ചു. ആ കുരിശ് വരച്ചു. അതോടുകൂടെ 35 വർഷമായ പുകവലിയും പിന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 30 വർഷമായ മദ്യപാനവും നിന്നു. കുടിക്കാൻ പറ്റില്ല. ഇന്നെനിക്ക് പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ബാറിന്റെ ബോർഡ് കണ്ടാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ദൈവമേ, യേശുവേ, നോക്കി കർത്താവ് എത്രമാത്രം വലിയൊരു വ്യത്യാസമാണ് എൻ്റെ ഈശോയെ. അതും ഈ അത്ഭുതങ്ങൾ പറയാൻ നിന്നാൽ എനിക്ക് 1 മണിക്കൂർ സമയം തന്നാലും തീരൂല. എന്തെങ്കിലും ഞാൻ ചുരുക്കി പറയാം. ഈ 1.5 മാസത്തോളം ഞാൻ ജോലി ഇല്ലായിരുന്ന സമയത്തായിരുന്നു ഞാൻ 25-30 വർഷത്തോളം ജോലി എടുത്തതിനേക്കാളും സുഭിക്ഷമായിട്ട് ഞാൻ ജീവിച്ചത്. കാരണം ഞാൻ പോലും പൈസ കിട്ടാനുണ്ടെന്ന് മറന്നുപോയ ചില സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അവർ എൻ്റെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ. കുറച്ച് പൈസ ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്ന് പറഞ്ഞ് ചുമ്മാ എടുത്ത് എല്ലാവരും പൈസ ഇടുക. അദ്ദേഹം മദ്യപാനം നിർത്തിയതോടുകൂടെ പിന്നെ ഞങ്ങൾ ദൈവാനുഗ്രഹമായി എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇനി 2 കരങ്ങൾ ഉയർത്തി നല്ല ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ಯೇಸು 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 ಎಂದರೆ
ನನ್ನಿಂದ ನೀಗುತ್ತದೆ ಎಲ್ಲ ತೊಂದರೆ. ಯೇಸು ನೀವೇ ನನ್ನಲ್ಲಿ ಬಂದರೆ, ನೀವೇ ನೋಡಿಕೊಳ್ಳ ಎಲ್ಲ ತೊಂದರೆ. ಯೇಸು ನೀವೇ ನನ್ನಲ್ಲಿ ಬಂದರೆ, ನೀವೇ ನೋಡಿಕೊಳ್ಳ ಎಲ್ಲ ತೊಂದರೆ. കൈകൾ ഉയർത്തി വീശി ല 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 la 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 la. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 30 വർഷമായി മദ്യപിച്ചിരുന്ന മകൻ, അദ്ദേഹത്തിന് ഒരിക്കലും തിരിയാനോ ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിക്കാനോ തോന്നിയിട്ടില്ല. ഒരു സെക്കൻഡ് അദ്ദേഹം തിരിഞ്ഞു, ഞാൻ പോകും, ഞാൻ പ്രാർത്ഥന സ്വീകരിക്കും, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ഒറ്റ ക്ഷണം ജീവിതത്തിലേക്ക് ദൈവകൃപ പ്രവേശിച്ചു. പിന്നെ ബാക്കിയെല്ലാം ദൈവകൃപയാണ് പ്രവർത്തിച്ചത്. ആ മനുഷ്യന് പോലും അറിയാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ പ്രവഹിച്ച്, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ വലയം ചെയ്ത് ദൈവം കരുണ ചൊരിഞ്ഞ് ആ ആത്മാവിനെ വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പുകളിൽ 1059 ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാണ്? പാപിയും ബലഹീനനുമായ ഒരാത്മാവ് എന്നെ സമീപിക്കുവാൻ ഭയപ്പെടണ്ട. ആ ആത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിൽ പോലും അവയെല്ലാം അത്യഗാധമായ എൻ്റെ കരുണയുടെ അഗാധതയിൽ ആഴ്ന്നു പോകും. ആ ആത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിൽ പോലും, അപ്പം എത്രയാ? ലോകത്തിലുള്ള മുഴുവൻ മണൽത്തരികൾ, എല്ലാ കടൽ തീരങ്ങളും നിങ്ങൾ ഭാവന കാണുക, എല്ലാ നദീതീരങ്ങളും ഭാവന കാണുക. ലോകത്തിലുള്ള മുഴുവൻ മണൽത്തരികളേക്കാളും അധികമാണ് ആ ആത്മാവിൻ്റെ പാപങ്ങളെങ്കിലും അതെല്ലാം ഒരു ക്ഷണം കൊണ്ട് എൻ്റെ കരുണയുടെ അഗാധതയിൽ ആഴ്ന്നു പോയി ആ മനുഷ്യനൊരു പുതിയ സൃഷ്ടിയായി മാറും. അതാണ് ദൈവത്തിൻ്റെ കരുണ. അതിന് നമ്മളൊന്ന് തിരിയണം. ദൈവമേ, യേശുവേ നിലവിളിക്കണം, കർത്താവിലേക്ക് തിരിയണം, ഹൃദയം തുറക്കണം, ഒരു രശ്മി പ്രവേശിക്കാൻ തക്കവണ്ണം എളിമപ്പെടണം. ദൈവം പ്രവർത്തിക്കും. അതിനെക്കുറിച്ച് വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആ വെളിപ്പെടുത്തലുകളിൽ 1728 ഖണ്ഡിക അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ഞാൻ ത്രൈശുദ്ധനാണ്, ഏറ്റവും നിസാരമായ പാപം പോലും ഞാൻ വെറുക്കുന്നു. എന്നാൽ മനസ്തപിക്കുന്ന ഒരാത്മാവിനോടുള്ള എൻ്റെ ഔദാര്യത്തിന് അറുതിയില്ല. എൻ്റെ കരുണ അതിനെ ആശ്ലേഷിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ കരുണയാൽ പാപിയെ അവരുടെ വഴികളിൽ ഞാൻ പിന്തുടരുകയും അവർ എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എനിക്ക് നൽകിയ കയ്പ് നീർ ഞാൻ മറക്കുകയും അവരുടെ തിരിച്ചു വരവിൽ ഞാൻ ആനന്ദിക്കുകയും ചെയ്യുന്നു. മക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ നമ്മൾ മനസ്തപിക്കണം. നമ്മൾ ഹൃദയത്തിൽ നിന്ന് എളിമപ്പെടണം. ദൈവമേ എന്ന് വിളിക്കണം. എനിക്ക് തെറ്റുണ്ടല്ലോ കർത്താവ്, ഞാൻ എങ്ങനെ നേരെയാവുമെന്ന് വന്ന് കർത്താവിനോട് പറയണം. അപ്പം തന്നെ ഇടപെടും ദൈവം. ദൈവം പറയാണ് അവരെ, പിന്നെ എൻ്റെ സ്വന്തം ഉത്തരവാദിത്വം ഞാൻ വിശുദ്ധീകരിച്ചെടുക്കുന്നു. വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ മറ്റൊരു വെളിപ്പെടുത്തൽ കൊടുത്തത് നമ്മൾ കാണുന്നുണ്ട്. 1784 ഖണ്ഡിക ആത്മാക്കളുടെ രക്ഷ ഞാൻ എത്രയധികമായി ആഗ്രഹിക്കുന്നു. എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്ന മനുഷ്യാത്മാവിലേക്ക് എൻ്റെ ദൈവിക ജീവൻ ചൊരിഞ്ഞ് അവരെ വിശുദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതുക. ഏറ്റവും വലിയ പാപിക്ക് എൻ്റെ വിശുദ്ധി ആർജിക്കാൻ എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മളിഞ്ഞ് വീണ്ടും പോയി ഒന്നും കൂടെ കുരിശ് വരയ്ക്കാൻ നോക്കണ്ട. ഏറ്റവും വലിയ പാപി ഏറ്റവും വലിയ വിശുദ്ധനായി തീരാൻ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നൊരു വഴിയാണ് ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കരുണയെ അംഗീകരിക്കുക, ദൈവത്തിൻ്റെ നന്മയെ അംഗീകരിക്കുക, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക, മനസ്തപിക്കുക, ദൈവത്തിലേക്ക് തിരിയുക, ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക. പിന്നെ ദൈവം അങ്ങോട്ട് പ്രവർത്തിക്കും.
ഈ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദൈവത്തിൻ്റെ അത്യാധമായ കരുണയിലേക്ക് നമ്മുടെ ഹൃദയം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ ആശീർവാദ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ദയനീയ അവസ്ഥകളിലേക്ക്, നമ്മുടെ ആത്മാവിൻ്റെ ദയനീയ അവസ്ഥകളിലേക്ക് കൃപാലുവായ യേശുവേ, സ്നേഹസമ്പന്നനായ ദൈവമേ, ഇപ്പോൾ കൃപ തൂക്കണമേ. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. തകർന്ന ആത്മാക്കള് ഈ നിമിഷം അത്ഭുതങ്ങൾ സംഭവിച്ച് വലിയ വ്യത്യാസത്തിലേക്ക് കടന്നു വരുന്നു. കൈകൾ ഉയർത്തുന്നു, രോഗികൾ കൈകൾ ഉയർത്തുന്നു, ക്ഷീണിതർ, തളർന്നവർ, മനപ്രയാസത്തിരിക്കുന്നവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, പാപബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ, സ്പർശിക്കണമേ, എന്നെ തൊടണമേ, രക്ഷിക്കണമേ. ഞങ്ങളുടെ രക്ഷ എനിക്ക് ആവശ്യമാണ് കർത്താവേ. പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി